CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കാട്ടകമ്പാലിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്തതായി പരാതി. റായിൽ വെളിയത്ത് വീട്ടിൽ സുഗതന്റെ മകൻ 19 വയസ്സുള്ള സഞ്ജയ്ക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ചിറയങ്ങാട് സ്വദേശികളായ ആദിത്യൻ, ദേവപ്രസാദ്, ദീപക് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. ചാലിശ്ശേരിയിൽ പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്ന 830 ചാക്ക് നെല്ല് സംഭരണം തുടങ്ങി. നെല്ല് മഴയിൽ നനഞ്ഞുകിടക്കുന്ന കർഷകരുടെ ദുരിതം CCTV റിപ്പോർട്ട് ചെയ്തിരുന്നതിനെ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചത്. ഗുരുവായൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി NK അക്ബർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചാവക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ TR സംഗീതിന് മുന്നിൽ പത്രിക സമർപ്പിച്ചത്. ഗുരുവായൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി CH റഷീദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയോജക മണ്ഡലം ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണം നടത്തിയത്. കുന്നംകുളത്തെ NDA സ്ഥാനാർത്ഥി KR റജിൽ കുന്നംകുളം നഗരസഭാ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തി. ഗുരുവായൂരിൽ ആവേശം പകർന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ റോഡ് ഷോ. മഞ്ജുളാൽ പരിസരത്തു നിന്നാരംഭിച്ച റോഡ് ഷോ പടിഞ്ഞാറേ നടവഴി ചാവക്കാട് നഗരം ചുറ്റി തിരിച്ച് ഗുരുവായൂരിലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ സമാപിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പ്രചരണാർത്ഥം വട്ടമ്പാടം മേഖല തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം സ്ഥാനാർത്ഥി AC മൊയ്തീൻ നിർവഹിച്ചു. മണലൂരിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ അപകടം. യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൂണ്ടൽ കണ്ടാച്ചിറയിൽ ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. ചെമ്മന്തട്ട ശ്രീമഹാദേവ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാസന്ധ്യയ്ക്ക് തുടക്കമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സംവിധായകൻ ഒമർ ലുലു നിർവഹിച്ചു. വേലൂർ കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിനു കീഴിലുള്ള വിശുദ്ധ യൗസേ പിതാവിന്റെ കപ്പേളയിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ യൗസേ പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ഉത്സവവും മാർച്ച് 22 മുതൽ ഏപ്രിൽ 1 വരെയുള്ള ദിവസങ്ങളിലായി നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊയ്ക്കാട്ടുശ്ശേരി വടുവക്കോട് അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്രയ്ക്ക് പാറന്നൂരിൽ സ്വീകരണം നൽകി. അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലേബാമോർ ഒസ്താത്തിയോസ് ബാവയുടെ 96ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ബാവയുടെ കബറിങ്കിലേക്കുള്ള കാൽനട തീർത്ഥയാത്രയ്ക്കാണ് ഹൃദ്യമായ സ്വീകരണം നൽകിയത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്ക് ശനിയാഴ്ച വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തി. വടക്കേക്കാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്ര കലാസമിതി ഏർപ്പെടുത്തിയ 20ാമത് ഉമാമഹേശ്വര കലാപുരസ്കാരം സമ്മാനിച്ചു. പെരിയമ്പലം ബീച്ചിൽ അനധികൃതമായി പാർക്കിംഗ് ഫീസ് സന്ദർശകരിൽ നിന്ന് ഈടാക്കുന്നതായി ആക്ഷേപം. എന്നാൽ ഫീസ് ഈടാക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി പറഞ്ഞു. ഖുർആൻ സ്റ്റഡി സെന്റർ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച അൽമുംതഹിന സൂറത്തിനെ ആധാരമാക്കിയുള്ള ഖുർആൻ പ്രശ്നോത്തരി മത്സര വിജയികളെ പെരുമ്പിലാവിൽ നടന്ന ഈദ്ഗാഹ് ചടങ്ങിൽ ആദരിച്ചു. പുതുശ്ശേരി ശ്രീ അയ്യംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. എടയൂർ സമീക്ഷ കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരുമ കലൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കുമായി പെരുന്നാൾ ഭക്ഷണം നൽകി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.